ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കണം അല്ലെങ്കിൽ ഓർത്ത് വെക്കണമെന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ ഒരെണ്ണം ഷോർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് എന്നാണ് പറയുക. മറ്റുള്ളവർക്ക് ഓക്കെ അല്ലെന്ന് തോന്നുന്ന പല ഡിസിഷൻസും നമ്മൾ ജീവിതത്തിൽ എടുക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ പല കാര്യങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ബ്രേക്ക്. അപ്പോൾ ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ കമ്പോസർ എന്നൊക്കെ ഉള്ള ആ ഒരു സിനാരിയോയിലും മറ്റേ ചില ഫിലോസഫിക്കൽ പൊളിറ്റിക്കൽ പല കാരണങ്ങൾ കൊണ്ടും ചേട്ടനും ജീവിതത്തിൽ ഈ അങ്ങനെ ഒരു ബ്രേക്ക് എന്തെങ്കിലും കാര്യത്തിൽ എടുത്തിട്ടുണ്ടോ? അത് മ്യൂസിക്കിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു കണക്റ്റഡ് ആയി പറയാൻ പറ്റുന്ന തരത്തിൽ? അങ്ങനെ ചോദിച്ചാൽ വളരെ പേഴ്സണലായിട്ട് ഉണ്ട്. ഞാൻ ഒരു ജോലി റിസൈൻ ചെയ്തായിരുന്നു. മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്? മ്യൂസിക്കിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മ്യൂസിക്കിനും യാത്രയ്ക്കും എഴുത്തിനും അങ്ങനെ പിന്നെ കുറച്ച് ചുമ്മാ ഇരിക്കാനും കൂടി എല്ലാത്തിനും കൂടിയാണ് അങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാൽ അത് ഒരു ഫുള്ളൊരു ബ്രേക്ക് ഡൗൺ ഒന്നുമല്ല. നമ്മളുടെ കുറച്ച് ഇഷ്ടങ്ങളോട് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിനിടയിൽ മ്യൂസിക്കും വരും, യാത്രകളും വരും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പ്രോപ്പർ തെറാപ്പിയാണ്. അത് പക്ഷെ അങ്ങനെയല്ല പൊതുവെ സമൂഹത്തിൽ അത് സ്വീകരിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി ഒരാൾ വേണ്ടാന്ന് വെക്കുന്നു അല്ലെങ്കിൽ അത് റിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു കേരളീയർ, ഇപ്പോൾ ഇലോൺ മസ്ക് കേരളത്തിൽ വന്നാലും PSC എഴുതി കൂടെ എന്ന് ചോദിക്കുന്ന ട്രോള് കൂടെ ഉള്ളതല്ലേ. മറ്റേ ബിസിനസ്സൊക്കെ പോകണമെങ്കിൽ പോട്ടാം, PSC എഴുതി ജോലി കിട്ടണമെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാവുമെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ ഞാനത് ചെയ്തപ്പോൾ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മറ്റു ആളുകളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന്. പിന്നെ ഫാമിലി എനിക്ക് മൊത്തം സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ ഡിസിഷൻ എടുക്കണേ പെട്ടെന്ന് എടുത്തതല്ല, ഞാൻ കണക്ക് കൂട്ടി എടുത്ത ഒരു ഡിസിഷനായിരുന്നു അത്. ഇപ്പോൾ അതിന് റിഗ്രറ്റ് ഒന്നുമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് അല്പം ദോഷമുണ്ടെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ബ്രേക്ക് എടുത്തത് അതൊക്കെ കുറച്ചുകൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം മാറ്റി വെക്കണമല്ല. ഞാൻ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം ഞാൻ ബ്രേക്ക് ഇത് പെർമനന്റ് ആയിട്ട് റിസൈൻ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ മാർച്ച് തുടങ്ങി ഞാൻ പുതിയ 4 സോങ്സ് റെക്കോർഡ് ചെയ്തു. അതെല്ലാം അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ശരിക്കും ഈ ബ്രേക്ക് കൊണ്ടാണ്. പിന്നെ അത് സിനിമയാണോ അതോ മറ്റെന്തെങ്കിലും സംഗീതങ്ങളാണോ? ഇല്ല, സിനിമയല്ല. അത് എനിക്കൊരു ബാൻഡ് ഉണ്ട്, ജോഷ്ട്രി എന്നാണ് ആ ബാൻഡിന്റെ പേര്. അപ്പോൾ ചെയ്യുന്നത് ആക്ച്വലി യൂട്യൂബിലൊക്കെ ഉണ്ട്, അറിയാമല്ലോ, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. യൂട്യൂബിലൊക്കെ ഉള്ളൊരു ചാനലൊക്കെ ഉണ്ട്, ജോഷി പടമാണെന്നോ ജോഷ്ട്രി എന്നോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാട്ടുകൾ കിട്ടും. അപ്പോൾ അത്തരത്തിൽ ബാൻഡിന് വേണ്ടി ചെയ്ത പാട്ടാണ്, ഒരു ചാനലിന് വേണ്ടിയാണ് ചെയ്തത്. രസകരമായിട്ട് പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഇടയിൽ ഇടപെട്ടത്. ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു പുറത്ത് കുറച്ച് കുട്ടികളുടെ ഇടയിൽ ഒരു മിനിമം കുറച്ച് കാര്യങ്ങളുമായിട്ട് മഹാരാജാസ് കോളേജിലെ NSSന്റെ കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ ക്യാമ്പിൽ അന്ന് ചേട്ടനൊരു പാട്ട് പാടി. അപ്പം ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പുള്ള പാട്ടൊന്നും ആയിരുന്നില്ല ഞാൻ അന്ന് കേട്ടത്. അതേ പാട്ട് കുറച്ച് ഒരു 6-7 കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമയിലും ആ ഒരു പാട്ട് കേട്ടു. പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കേട്ട വരികളോ സാധ്യതകളോ അല്ല സിനിമയിൽ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഗിറ്റാർ മാത്രം വെച്ചിട്ടാണ്. നിങ്ങൾ ആദ്യം ഞാൻ കാണുന്നത് അവിടെ
Yes, നമ്മൾ അവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്. Yes, yes, yes. ഒരു ആനന്ദത്തിൻ ദിനങ്ങൾ Okay. അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. ഇപ്പോൾ ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ രവങ്ങൾ പൊഴിഞ്ഞു. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ രവങ്ങൾ പൊഴിഞ്ഞു. മലയാളത്തില് ഹെർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഹെറിൽ ആ സിറ്റുവേഷൻ വളരെ നമുക്ക് ഇന്നത്തെ കാലത്ത് കുറച്ച് റെവല്യൂഷണറി ആൻഡ് റെലവെന്റ് ആണ്. ഒരു പെൺകുട്ടി അവരുടെ ഒരു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് പോയി തിരിച്ചു വന്നിട്ട് ആ വിവാഹം എനിക്ക് വേണ്ട ചില കാരണങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആളുകൾ ആ പാട്ട് കേട്ടു. പക്ഷെ ആ പാട്ട് ചെയ്ത ആളാണ് ഇന്ന ആളാണെന്ന് ഒരു പക്ഷെ എല്ലാ ആളുകൾക്കും ഫെമിലിയർ ആവണമെന്നില്ല. കാരണം ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും. അത് ഇറങ്ങിയപ്പോൾ ഒരു ഇന്റർവ്യൂക്ക് ഒരാൾ എടുത്തായിരുന്നു. പക്ഷെ അതങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത ആളാണ്. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പോപ്പുലാരിറ്റി ആവാത്തത്? ഇപ്പൊ ഹെർ എന്ന് പറയുന്ന ഒരു മൂവി അത് ഞാൻ സമ്മതിച്ചു. ഈ അടുത്ത ദിവസം അതായത് JC ഡാനിയൽ ഫൗണ്ടേഷന്റെ ഏറ്റവും നല്ല സിനിമ പാട്ടിനുള്ള രചനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയുണ്ട്. 15ാമത്തെ ഫൗണ്ടേഷൻ അവാർഡാണത്. ആ പാട്ട് സംഗീതം ചെയ്തതും ജോഷി പടമാണ്. ஆசை வல வீசி மலையில அள்ளி போட்டாங்க ஒலையில ഏറ്റവും വലിയ വൈറൽ കാലമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകളൊന്നും വൈറലാണ്? ഇത് ഞാൻ ഈ ചോദ്യം ഞാൻ സ്വയം ചോദിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഹെർ തിയേറ്റർ റിലീസ് ആയിരുന്നില്ല, വലസപ്പറവുകൾ തിയേറ്ററിലും OTT-ലും പോലും എത്തിയിട്ടില്ല. ആ മറ്റേ പാട്ടില്ല. അവാർഡ് നോമിനേഷൻ ഒക്കെ പോയപ്പോൾ അവാർഡ് നോമിനേഷന് പോയിട്ടുണ്ടാവും. അത് IFFK-ക്കാണത്. കഴിഞ്ഞ മുന്നത്തെ വർഷം IFFK-ക്കാണ് അത് പ്രദർശിപ്പിച്ചത്. ആദ്യത്തെ പ്രദർശനം അവിടെയായിരുന്നു. പിന്നെ ആ പാട്ട് കേൾക്കുന്നതിന് ഒരു കാര്യമുണ്ട്. ഈ വലസപ്പറവുകളുടെ പാട്ട് സിനിമയിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഏതെങ്കിലും ഒരു മ്യൂസിക് ചാനലിലൂടെ പോയാൽ കുറച്ചും കൂടി ആളുകൾക്ക് എത്തിപ്പെടാൻ എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമിൽ സമീപിക്കുകയും അവർക്ക് കൊടുത്തിട്ട് മറ്റേ മില്ലേനിയം ഓഡിയോസ് ആയിരുന്നു. നമ്മൾ പോയി ഞാൻ പറഞ്ഞ പുള്ളിയോട് എന്നെ അറിയില്ല, നമ്മൾ പേരെന്ന് പറഞ്ഞാൽ അറിയില്ല. ഞാൻ ചെയ്തൊരു വർക്കാണ്, ഒരു 5 മിനിറ്റ് സമയം എനിക്ക് വേണം, ഫോണൊന്നും എടുക്കരുത് ആ സമയത്ത്. ഇപ്പോൾ എല്ലാവർക്കും ബിസി തിരക്കണം. 5 മിനിറ്റ് എനിക്ക് വേണ്ടി സമയം കഴിഞ്ഞാൽ ഇതൊന്ന് കേട്ടിട്ട് എന്നിട്ട് അപ് ടു യു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാനിത് എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി കറക്റ്റ് കേട്ടു, ജിട്ട് എഴുതുമ്പോൾ ഓക്കെ ഞങ്ങൾ എടുക്കണം. അങ്ങനെയാണത് മില്ലേനിയംകാരത് എടുക്കുന്നത്. ആനന്ദനങ്ങളുടെ കാര്യം പറഞ്ഞ അത് ഞാൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു, ഞാൻ തന്നെ ചെയ്തൊരു പാട്ടായിരുന്നു. അത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് അതിൻ്റെ ഡയറക്ടർ, ഈ ഹെറിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ്, എനിക്ക് പാട്ട് വേണം.
അന്ന് അതായത് 2018 അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ സിനിമയില്ല തൽക്കാലം, പക്ഷെ ഞാൻ സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഉൾക്കൊള്ളിക്കാനുള്ള അവകാശം കിട്ടുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യണം. പക്ഷെ അത് വന്നത് 2024 അത്രയും സമയമെടുത്തു. അതിനിടയ്ക്ക് പ്രളയം വന്നു, പിന്നെ അതിനിടയിൽ കൊറോണ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവര് ഒരു ആന്തോളജി എന്നറിയാമോ? ആന്തോളജിയില് 5 സ്ത്രീകളുടെ കഥകളാണ്. ഒരു കഥ ഈ പാട്ടിനെ ബേസ് ചെയ്തിട്ട് വേണമെന്ന് അതിന്റെ കഥാകൃത്തിനോട് സംവിധാനം നിർദ്ദേശിച്ചനുസരിച്ചാണ്. അപ്പോൾ ആ കഥാകൃത്തിന്റെ തിരക്കഥ എഴുതിയ ആളുടെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ് അവരെന്താണോ ഈ പാട്ടിൽ നിന്ന് കിട്ടിയത് അത് വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാണ്. ശരിക്കും ഞാൻ അതിന്റെ വരികള് കേൾക്കുമ്പോഴേ ഇപ്പൊ ആ പടം ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ആ പടത്തോട് കണക്റ്റഡ് ആണ്. കാരണം അവരുടെ ആനന്ദത്തിന്റെ ദിനങ്ങൾ കഴിഞ്ഞു പോകും എന്നുള്ള തരത്തിലൊക്കെയാണ് അത് വരുന്നത്. പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞ ചില ഈ എഴുതി പറഞ്ഞു പോകുന്ന ചില പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് സിനിമാറ്റിക് അല്ലാത്ത വേറൊരു ആസ്പെക്റ്റാണ് ഞാൻ അന്ന് കേട്ടത്. യുദ്ധമായിട്ടോ അങ്ങനെ എന്തോ ഒരു ഭരണമാറ്റം അങ്ങനെ എന്തോ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. എന്താണ് ശരിക്കും ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു അല്ലേ? ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ യവങ്ങൾ പൊഴിഞ്ഞു. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ യവങ്ങൾ പൊഴിഞ്ഞു. ആക്ച്വലി അത് ആദ്യം എഴുത്താണ് ആദ്യം വന്നത്, പിന്നീടാണ് സംഗീതം വന്നത്. ആനന്ദദിനങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ പാട്ട് എഴുതുന്നത്. അതൊരു പൊളിറ്റിക്കലി ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന സമയമുണ്ട് 2013-14 കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ജനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഒരു സ്വഭാവം ഉണ്ടാകുമെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ആശങ്കകൾ അന്ന് എനിക്ക് എന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ ആശങ്കകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഈ കണ്ണോക്ക് പാട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമുക്ക്, മരണ വീട്ടിൽ പാടുന്ന പാടുന്ന. ആക്ച്വലി ഇതൊരു കണ്ണോക്ക് പാട്ടാണ്. അതാണ് ആനന്ദദിനങ്ങൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആഹ്ലാദത്തിന്റെ അവങ്ങൾ പൊഴിഞ്ഞു, 1000 ആശകൾ കൊണ്ട് നീ കെട്ടി ആകാശക്കോട്ടകൾ തീർന്നു. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു കണ്ണോക്ക് പാട്ടാണെങ്കിലും ഒരു സങ്കടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് പാടാൻ എനിക്ക് താല്പര്യമില്ല. അതിന്റെ ഇപ്പൊ ഒരു നാടകീയമായ രീതിയിൽ ശിവരഞ്ജനി രാഗത്തില് അങ്ങനെ പാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു മ്യൂസിക് വെച്ച് ഞാൻ കുറച്ചും കൂടി ഇത്തിരി പാശ്ചാത്യ സംഗീതമായിട്ട് ഇത്തിരി ബന്ധമുണ്ട്. ഗിറ്റാറൊക്കെ വായിച്ചിരുന്ന ഒരു സമയമാണ്, വായിക്കുമായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ചെയ്തത്. കുറച്ചും കൂടി റിതമിക്കായിട്ടും കുറച്ച് ഇതായിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ചും പുതിയൊരു ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. അന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ പാട്ട് അന്ന് നിങ്ങളുടെ ഒരു തോന്നലോ അല്ലെങ്കിൽ ഭയമോ ആയിരുന്നെങ്കിൽ ഇന്ന് ചിലതൊക്കെ യാഥാർത്ഥ്യം. ഇന്ന് ആ പാട്ട് അന്നോ ഇന്നോ ആ പാട്ടിന് കുറച്ചുകൂടി ജനകീയത ഈ ഒരു പെർസ്പെക്റ്റീവിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് വൈറലാകാൻ സാധ്യതയുള്ള പാട്ടുകൾ വരുന്നതാണ്. അല്ല, വൈറലാകുക എന്നുള്ളത് അതെനിക്കറിയില്ല. കാരണം അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കണില്ല. പാട്ടുകൾ ജനകീയമാകുന്നതിനെ കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് സ്വീകരിക്കപ്പെടുക, എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിക്കുന്ന മ്യൂസിക്കിൻ്റെ
ജോണറിന്റെ പ്രത്യേകത ആയിരിക്കാം. ഒരു പോപ്പുലർ ജോണറല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇത്തിരി എന്തൊക്കെ ജോണറുകളാണ് സാധാരണ രീതിയിൽ? ഇപ്പൊ ചേട്ടൻ പാട്ടുകളെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പൊ ഈവൻ ഈ ആനന്ദത്തിൻ ദിനങ്ങളും വലസി പറവകളും പിന്നെ ഞാൻ പിന്നെ കേട്ടുള്ളത് പാവുമ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എന്നാൽ മലയാളിക്ക് അത്ര കോമൺ അല്ലാത്തൊരു കാര്യമാണ്. രാഗാവേശം അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പല ഫ്ലേവറുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെ സങ്കേതങ്ങളാണ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? അത് പർപ്പസ്ഫുള്ളി ആണോ അതോ? അല്ല, അത് ബാൻഡിന് വേണ്ടിയാണ് ഈ പാട്ട് പിന്നീട് അത് രൂപപ്പെട്ടത്. ആദ്യം ഞാൻ എഴുതിയെങ്കിലും അത് ഒരു ബാൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാൻഡ് ഒരു മലയാളത്തിലെ ഒരു വെസ്റ്റേൺ ഒരു ഫോക്ക് കൂടിയ ഒരു ബ്ലൂസ് ഒരു സംഗീതമാണ് ബ്ലൂസ്. അത് ബ്ലൂസിന്റെ ടച്ചുള്ള ഫോക്ക് മലയാളം കൂടി കലർന്നിട്ട് ഒരു റീജിയണൽ ലാംഗ്വേജിൽ നമ്മുടെ അല്ലെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാടുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് കൺവേ ചെയ്യപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കേരളത്തിന്റെ ഒരു മ്യൂസിക്കിൽ ചെയ്യാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കർണാട്ടിക് മ്യൂസിക്കില അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതം അത് ഹിന്ദുസ്ഥാനിയില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശൈലിയില്. മറ്റേത് റോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതിന്റെ പല വിഭാഗങ്ങൾ, റെഗ ആണെങ്കിലും ബ്ലൂസ് ആണെങ്കിലും ഇനി ഹെവി മെറ്റൽ ആണെങ്കിലും അങ്ങനെ എല്ലാം ഇഷ്ടമുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഖവാലി, സൂഫി എല്ലാ ടൈപ്പ് മ്യൂസിക്കും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കർണാട്ടിക്കും ഇരുന്ന് ആസ്വദിക്കാറുണ്ട്. ഹിന്ദുസ്ഥാനി കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഇത്തിരി കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനോടൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ്, മ്യൂസിക്കിനോട് പൊതുവെ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈവൻ കഥകളി സംഗീതവും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് അങ്ങനെ. പക്ഷെ ഞാൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കരുതുന്നത് ഒരു 70s 80s ആ കാലഘട്ടത്തിലെ റോക്ക് മ്യൂസിക്കിനോടാണ് എനിക്ക് കൂടുതലും ചായവുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഗിറ്റാർ കുറച്ച് വായിക്കും. അപ്പോൾ ഞാൻ പിന്നെ ട്യൂൺ ചെയ്യുന്നത് ഗിറ്റാറിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വെസ്റ്റേൺ ടച്ച് വരും. അപ്പോൾ അതും പക്ഷേ വലസൈപ്പറവയുള്ള പാട്ട് കർണാട്ടിക് രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. രാഗത്തിന് വെസ്റ്റേൺ പ്രോഗ്രഷൻ കൊടുത്തിട്ട് ചെയ്തത്.